ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ ലച്ചുവക്കയുടെ നാട്ടിലേക്ക് വള്ളംകളി കാണാൻ പോവുകയാണ്. ചമ്പക്കുളം വള്ളംകളി. അപ്പോൾ അതിനായി ഞങ്ങൾ ഔട്ട് പോസ്റ്റിൽ വന്ന് പ്രൈവറ്റ് ബസ് ഇറങ്ങി അവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. നടന്ന് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഏത് ബസ്സിൽ കയറണം എങ്ങനെ കയറണമെന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരുവിധം ഞങ്ങൾ എങ്ങനെയൊക്കെ തിരക്കി പിടിച്ച് കണ്ടുപിടിച്ച് ബസ്സിൽ കയറി. 15 കിലോമീറ്ററാണ് സ്റ്റാൻഡിൽ നിന്ന് മങ്കൊമ്പ് വരെ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി, ബസ് എടുത്തു. പിന്നെ ഞങ്ങൾ ബസ്സിലിരുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് കുറേ വീഡിയോ ഒക്കെ എടുത്ത് AC റോഡ് വഴിയാണ് പോകുന്നത്. AC റോഡിൻ്റെ വ്യൂവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് പാടം. ഇപ്പം മഴയായതുകൊണ്ട് പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കാഴ്ചയൊക്കെ കണ്ട് ബസ്സിലിരുന്ന് പാട്ടൊക്കെ പാടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാഗ്യത്തിന് ഞങ്ങളുടെ അപ്പുറം ഇരുന്ന ചേട്ടൻ ഞങ്ങളുടെ സെയിം സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങാനായിരുന്നു. പിന്നെ പുള്ളി ഇറങ്ങിയപ്പോൾ പുള്ളിയുടെ പുറകെ അങ്ങ് വെച്ച് പിടിച്ച് ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് വീട്. ഞങ്ങളകത്ത് കയറിയപ്പോൾ ലച്ചൊക്കെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. ഇവിടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് അതിൻ്റേതായ മാന്യതയൊക്കെ ഞങ്ങൾ കാണിച്ചു. പിന്നെ വീടിൻ്റെ ബാക്കിൽ ഫുള്ള് പാടമാണ്. പാടം, കുളം, നല്ല പക്ക പ്രകൃതി രമണീയമായ സ്ഥലം. ഞാൻ പിന്നെ ഒരു പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ നല്ല രീതിക്ക് ആസ്വദിക്കും. ഇവിടെ ഭയങ്കര മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു വാണാലിരിക്കുന്നു. അങ്ങനെ മഴ പെയ്യാൻ പോകുന്നു. അപ്പോൾ മഴക്കായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം മഴ പെയ്യുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ ഇവിടെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട്. അപ്പോൾ മഴ പെയ്തു. ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. കണ്ടു, നല്ല ഭംഗിയില്ല. അവിടെ പാടത്ത് വെള്ളം കയറി കിടക്കുന്നിട്ട് കായൽ പോലെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. വള്ളംകളി കാണാൻ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു 12:30 ആയപ്പോഴേ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് പപ്പടം, അച്ചാർ, തോരൻ, മോര്, സാമ്പാർ, ബീഫ്, മീൻകറി എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പക്ക ഹാപ്പിയായി. അങ്ങനെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. പിന്നീട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. പാട്ട്, ഡാൻസ്, വൈബിങ്, ചില്ലിങ് എല്ലാമായിട്ട് അടിപൊളിയായിരുന്നു. ലച്ചുവക്കടെ അമ്മായച്ചനാണ് ഞങ്ങളുടെ അതേ സെയിം വൈബ്. അങ്ങനെ വൈബിങ്ങും ചില്ലിങ്ങും എൻജോയ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വള്ളംകളി കാണാൻ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ കുറച്ച് പോസ്റ്റ് ആയതുകൊണ്ട് ഒരു വണ്ടിയിൽ ഞങ്ങൾ 3-4 പേരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പോലീസ് അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ടെങ്കിലും വള്ളംകളിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തി, വണ്ടിയൊക്കെ വെച്ച് ബാക്കിയുള്ളവർക്കായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീഡിയോ എടുക്കുകയാണ്. നാച്ചുറലായിട്ടൊന്ന് ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒറിജിനലാണെന്ന് തോന്നിക്കാത്തത്ര വിധം ആർട്ടിഫിഷ്യലായിട്ട് ആക്ട് ചെയ്ത് കാണിക്കുന്ന അച്ചുവണ്ണൻ ആൻഡ് ദിയാമോൾ. പിന്നെ ഇവിടെ മൊത്തം തോടൊക്കെയാണ്, ഇവിടെ തോടും വെള്ളമൊക്കെയാണ്. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് ചമ്പക്കുളം പാലത്തിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒടുക്കത്തെ തിരക്ക്. അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ ആൾ, ഒന്നും കാണാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇരിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇരിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ച് ഒരു സ്ഥലം തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു പണി കിട്ടി. ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തി നൈസായിട്ടൊന്ന് വീണു. മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് തെന്നി വീണതാ. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കൈയൊന്ന് പൊട്ടി. എന്നാലും ഒന്ന് കാണിച്ചു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ കുറേ വീടും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അവിടെ പോയി നിന്ന്, കുറച്ച് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ പോയപ്പോഴേക്കും ഞങ്ങൾ പയ്യെ ആ സ്ഥലത്തേക്ക് കയറി നിന്നു. പിന്നെ ഫുള്ള് വെള്ളത്തിൽ കളിയായി, അതായി ഇതായി എല്ലാവരും പയ്യെ വെള്ളത്തിലൊക്കെ ഓരോരുത്തരായിട്ട് പയ്യെ വെള്ളത്തിൽ ഇറങ്ങി തുടങ്ങി. പിന്നെ എല്ലാവരും വെള്ളത്തിലായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് പണ്ടേ വെള്ളം അലർജിയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഗേക്കോ ആണെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന പോലെ കുറേയും കഴിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങി. ഏതാണ്ട് വെള്ളം കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെ വെള്ളത്തിൽ കിടന്ന് മറിച്ചിലും ബഹളവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇവിടെ കായലും കുളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കാണാതിരുന്ന് കാണുമ്പോഴുള്ള ആ ഒരു ആക്രാന്തം.
എന്തിന് നീന്തലറിയാത്ത ദിയാമോളിൽ വെച്ചൊക്കെ വരെ അവിടെ വന്ന് അവിടുന്ന് പോകുന്നവരെ ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം അവിടെ വെള്ളത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കോമഡി, കുറേ ടീംസ് ഇങ്ങനെ വള്ളത്തിൽ ഓരോ സിനിമയിലെ ഡയലോഗൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴേക്കും അവിടെ വെള്ളത്തിൽ മുങ്ങൽ മത്സരം, ആരാണ് കൂടുതൽ നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതെന്ന് അറിയാൻ. നോക്കുമ്പോഴേക്കും ഒരു ആയശച്ചൻ അവരെ മണ്ണിട്ട് മൂടുന്നത് പോലെ വെള്ളമിട്ട് മൂടുന്നു. പിന്നീട് നോക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല സൂപ്പർ മഴ. അല്ലെങ്കിൽ ഈ വള്ളംകളിയും മഴയും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. വെറുതെ മഴ നനഞ്ഞ് പനി പിടിക്കേണ്ടെന്നോർത്ത് ഞാനും പാറൊക്കെയും കൂടെ ആ വീടിൻ്റെ അവിടെ കയറി നിന്നു. അവരൊക്കെ അപ്പോഴും വെള്ളത്തിൽ തന്നെ, അവർ ഓൾറെഡി നനഞ്ഞത് കൊണ്ട് അവർക്ക് മഴ വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മഴയത്ത് ഇറങ്ങണം, വെള്ളത്തിൽ ഇറങ്ങണം, അതുപോലെ തോണിയിൽ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് ഓർത്ത് വേണ്ട, വെറുതെ എന്തിനാ. അതിൻ്റെ ഇടയ്ക്കൊരു പുള്ളിക്കാരൻ ആ വള്ളത്തിൽ നിന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു, ആരാന്നൊന്നും അറിയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മാറി ആ സൈഡിലായിട്ടിരുന്നു, അവർ വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, അത്രയും നേരം നനയാതെ പിടിച്ചു നിന്ന് എന്നെ വെള്ളത്തിൽ കിടന്ന് വെള്ളം കോരി ഒഴിച്ച് നനച്ച്, വെള്ളത്തിൽ ഇറങ്ങിയില്ലെന്ന് മാത്രം, പകരം അതുപോലെ തന്നെ നനച്ച്. പിന്നെ കരയിലിരിക്കുന്ന എനിക്ക് വെള്ളത്തിൽ കിടക്കുന്നവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് ഞാനിവിടെ വായും പൊട്ടി മിണ്ടാതിരുന്നു. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് എന്നാൽ കഴിയുന്ന വിധം ഞാൻ എൻ്റെ കാലുകൊണ്ട് അവരെ വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിച്ചു. കണ്ടോ ഗൈസ്, അത്രയും നേരം പിടിച്ചു നിന്ന് എന്നെ വെള്ളം കോരി ഒഴിച്ച് ഒരുമാതിരി നനഞ്ഞ കോഴീനെ പോലെ ആക്കിക്കളഞ്ഞു. ഇടയ്ക്കിങ്ങനെ വള്ളംകളിയുടെ ഓരോ സ്റ്റേജസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ എൻജോയ്മെൻറ്റിലായതുകൊണ്ട് ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല, ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചതുമില്ല. ഇനി നമുക്ക് അച്ചുവണ്ണൻ്റെ വെള്ളത്തിൽ ചാട്ടം കാണാം. ഇവിടെ വീണ്ടും വെള്ളത്തിൽ മുങ്ങൽ മത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തവണ കുറച്ചു നേരം കൂടെ കൂടുതൽ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്നെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത്രയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കാൻ മറന്നില്ല കേട്ടോ. അതൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതും സ്വന്തം അച്ഛനെ വരെ ട്രോളുന്ന ലച്ചൊക്കെയാണ് ഞങ്ങളുടെ ഹീറോയിൻ. അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് വെച്ച് നീന്തുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ കണ്ടോളൂ. വെള്ളത്തിൽ കിടന്നുള്ള കളിയുടെയും ചിരിയുടെ ഇടയ്ക്ക് ഫൈനലായത് ഞങ്ങൾ അറിഞ്ഞില്ല. ആളുകളുടെ കാറിൻ്റെയും പൂവിൻ്റെയും വീര്യം കേട്ടപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഫിനാലെ ആയെന്ന് ഞങ്ങൾ അറിയുന്നത്. പിന്നെ ഞങ്ങളുടെ തിരക്കെല്ലാം മാറ്റി വെച്ച് ആര് ജയിക്കുമെന്നറിയാനായിട്ട് ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ടീമിൻ്റെ പേര് പോലും ഞങ്ങൾക്കറിയില്ല. എന്നാലും ഞങ്ങൾ ഏതൊരു ടീം പോയാലും ഞങ്ങൾ കാറും പോവുമായിരുന്നു. ഏത് ടീമാണെന്നറിയില്ലെങ്കിലും ഏത് ടീം പോയാലും ഞങ്ങൾ കാറും. അതാണ് ഞങ്ങൾ ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ ലാസ്റ്റ് ATBC ജയിച്ചു ഗൈസ്. ഏത് ടീമാണെന്ന് പോലും അറിയില്ല, എന്നാലും ATBC ജയിച്ചു. അങ്ങനെ വള്ളം കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോരോ വീട്ടിൽ പോയി. ഞങ്ങളും വീട്ടിൽ പോകാനായിട്ട് പയ്യെ വെള്ളത്തിൽ നിന്നൊക്കെ കയറി വന്നു. ആ നനഞ്ഞ തുണി കൊണ്ട് തന്നെ ദേഹമൊക്കെ തുടച്ച് തലയൊക്കെ തോർത്തി ഞങ്ങളിങ്ങനെ ലാസ്റ്റ് എല്ലാവരും പോകുന്നതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ആസ്വദിച്ച് എല്ലാവരും ഒന്ന് സെറ്റായി വരാൻ വേണ്ടി വെയിറ്റൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു വണ്ടിയിൽ 3 പേര് വെച്ച് കയറി. ബ്ലോക്ക് മാറിയതും വീട്ടിലെത്തിയതും മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും വീട്ടിൽ വന്ന് പഫ്സും ചായയൊക്കെ കുടിച്ചു. പിന്നെ എങ്ങനെ വീട്ടിൽ പോകണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ആരുടെ കൂടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം എന്നൊക്കെയുള്ള പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ബാക്കി വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് മുമ്പ് എൻ്റെ ഫോൺ ഓഫായി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വള്ളംകളി വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.